1937 സ്പെയിനിൽ നടന്ന ആഭ്യന്തര യുദ്ധത്തിന്റെ ഭീകരതയും നടുക്കവുമാണ് പിക്കാസോയുടെ വിഖ്യാതമായ ഗോർണിക്ക. ഫാസിസ്റ്റ് വിരുദ്ധ സമാധാന സമ്മേളനങ്ങളിൽ സജീവമായിരുന്നു ഈ കലാകാരൻ. സ്വാതന്ത്ര്യത്തിന്റെ ആകാശങ്ങളെക്കുറിച്ച് സ്വപ്നം കണ്ട ചിത്രകാരന്റെ രചനകളിൽ സംഘർഷങ്ങളും സമാധാനവും ആവിഷ്കരിക്കപ്പെടുക സ്വാഭാവികം. പിക്കാസോ തുടങ്ങിവെച്ച ക്യൂബിസം എന്ന പ്രസ്ഥാനം പകർന്നു നൽകുന്ന വൈവിധ്യങ്ങളും നാനാർത്ഥങ്ങളും ഇന്നും അന്വേഷണ വിഷയമാണ്. നിഷേധിയായ ഈ കലാകാരന്റെ ജീവിതം മലയാളത്തിലേക്ക് പകർത്തിയത് രാജൻ തുവാരയാണ്. പാതിരിയാവുമെങ്കിൽ പിക്കാസോ മാർപ്പാപ്പയാവുമായിരുന്നു. പട്ടാളക്കാരനാവുമെങ്കിൽ അദ്ദേഹം ജനറലാവുമായിരുന്നു. ചിത്രകാരനായതുകൊണ്ട് അവൻ പാബ്ലോ പിക്കാസോ ആയി എന്നാണ്. അതാണ് പിക്കാസോനെ കുറിച്ച് പിക്കാസോന്റെ അമ്മ പറഞ്ഞത്. അതെനിക്ക് വളരെ, കാരണം അമ്മ ഭയങ്കരമായിട്ട് അച്ഛൻ ചിത്രകാരനായിരുന്നു, പക്ഷെ അമ്മ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. പിക്കാസോയുടെ ഉമൺ വിത്ത് ഉമൺ, കരയുന്ന സ്ത്രീ, ഫാക്ടറി, കാളപ്പോര് തുടങ്ങിയ പ്രധാനപ്പെട്ട ചിത്രങ്ങളെല്ലാം പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിക്കാസോയുടെ കലാജീവിതം ചിത്രങ്ങളിലൂടെയും അനുഭവങ്ങളിലൂടെയും സൗഹൃദങ്ങളിലൂടെയും ലളിതമായി ആവിഷ്കരിക്കുകയാണ് പാബ്ലോ പിക്കാസോ ചിത്രമെഴുത്തും ജീവിതവും എന്ന പുസ്തകം. മീഡിയ 1 തൃശൂർ.